ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്താൽ പിന്നെ ആ കമ്പനി മുടിഞ്ഞു എന്നാണ് അർത്ഥം. 1993 ആദ്യമായി സ്പോൺസർ ടെൻഡർ BCCI പുറത്തുവിട്ടത്. ആ വർഷം മുതൽ 2002 വരെ വിൽസ് ആയിരുന്നു ഇന്ത്യൻ ടീമിന്റെ സ്പോൺസേഴ്സ്. ടുബാക്കോ പരസ്യം ചെയ്യുന്നത് പിന്നെ വിലക്കിയതോടെ ഈ സ്പോൺസർഷിപ്പ് അവസാനിച്ചു. പിന്നീട് കമ്പനി നഷ്ടത്തിലേക്ക് പോയി 2019 കമ്പനി പൂട്ടാനുള്ള തീരുമാനം ITC എടുത്തു. ഇത് കഴിഞ്ഞ് 2002 മുതൽ 2013 വരെ സഹാറ ഗ്രൂപ്പ് ഇന്ത്യൻ ടീമിന്റെ സ്പോൺസേഴ്സായി. ഫിനാൻഷ്യൽ ഫ്രോഡ് കാണിച്ചതിന് കമ്പനിക്ക് ലീഗൽ പ്രശ്നങ്ങൾ വരികയും പിന്നീട് കമ്പനിയുടെ ഉടമസ്ഥൻ തന്നെ ജയിലിലേക്ക് പോവുകയും ചെയ്തു. 2013 മുതൽ 2017 വരെ സ്റ്റാർ ആയിരുന്നു ഇന്ത്യയുടെ സ്പോൺസർ. കമ്പനി നഷ്ടത്തിലേക്ക് പോയി അവരെ ഡിസ്നി ഏറ്റെടുത്തു. 2017 മുതൽ 2019 വരെ ഓപ്പോ ആയിരുന്നു ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർ. ഇന്ത്യ ചൈന പ്രശ്നങ്ങളും ഒപ്പം ബഡ്ജറ്റ് കാരണങ്ങളും ചൂണ്ടിക്കാണിച്ച് പാതി വഴിക്ക് വെച്ച് അവരുടെ ഡീൽ ബൈജൂസിന് ട്രാൻസ്ഫർ ചെയ്ത് ഓപ്പോ സ്ഥലം വിട്ടു. 2019 മുതൽ 2023 വരെ ബൈജൂസ് ആയിരുന്നു ഇന്ത്യൻ ടീമിന്റെ സ്പോൺസേഴ്സ്. അവർക്ക് എന്താണ് പറ്റിയതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിലവിൽ ഡ്രീം 11 ആണ് ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർ. ഓൾറെഡി 28% അധിക ടാക്സ് അവർക്ക് മുകളിൽ ഗവൺമെന്റ് ചുമത്താൻ തുടങ്ങി. ഇനി അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടറിയാം.